തിരുവനന്തപുരത്ത് ADGP സൗത്ത് സോണായി ഞാൻ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഒരു ദിവസം സിറ്റി ട്രാഫിക്കിലെ ഉദ്യോഗസ്ഥർ എൻ്റെ ഓഫീസിലേക്ക് പെട്ടെന്ന് വന്നു. അവർ വന്നത് അല്പം വെപ്രാളത്തിലായിരുന്നു. സാറേ, ഒരു വലിയ അബദ്ധം പറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ, ഈ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് അല്പം ശക്തമാക്കാൻ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് ഞാൻ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് തന്നെയായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവർ ഈ ചില വയലേഷൻസ് കണ്ടപ്പോൾ വാഹനങ്ങൾ ബുക്ക് ചെയ്തു. ബേക്കറി ജംഗ്ഷൻ അടുത്ത് കിടന്നൊരു വാഹനത്തിൽ അത് നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത അങ്ങനെ ഒരു വിഷയത്തിൽ ഇവരൊരു സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചു. യു ആർ ബുക്ക്ഡ് എന്ന് എഴുതിയ ഓഫൻസ് വരുന്നൊരു സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചു. ഒട്ടിച്ചു കഴിഞ്ഞ് ഇവർ തിരിഞ്ഞു പോകുമ്പോഴാണ് മനസ്സിലാക്കിയത് ആ വാഹനത്തിൽ വന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ എന്തെങ്കിലും സംഭാഷണമോ പ്രശ്നം ഉണ്ടായോ? പറഞ്ഞു, ഒന്നും ഉണ്ടായില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അവര് പിന്നീട് അങ്ങ് തിരിച്ചുപോയി. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ VIP ട്രാഫിക്കുമായി ബന്ധപ്പെട്ടതുപോലെ 100,000 പ്രശ്നങ്ങൾ ട്രാഫിക് പോലീസുകാർക്ക് അറിയാം. അത് വലിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ അവർക്ക് ഉണ്ടാക്കും. ആ അനുഭവം വെച്ച് ഭയന്നാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി, എന്താണെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരെ ആശ്വസിപ്പിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ച് കുറച്ച് സമയം പോയപ്പോൾ വേറൊരു ട്രാഫിക് ഉദ്യോഗസ്ഥരുടെ ടീം വന്നു. അവർ യഥാർത്ഥത്തിൽ ഈ വാഹനത്തിന് പുറകെ ക്ലിഫ് ഹൗസിൽ പോയിരുന്നു. അവർ പോയത് അവിടെ പോയി പറഞ്ഞിതൊന്ന് പ്രശ്നമില്ലാതാക്കാൻ വേണ്ടി വിശദീകരിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത്, ഉമ്മൻചാണ്ടി സാറെന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫ് ആരോ പറഞ്ഞ ഈ വിഷയം അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത്, അത് എത്ര രൂപ ഫൈൻ എന്ന് ചോദിച്ചിട്ട് ആ ഫൈൻ അടച്ച് റെസീറ്റ് വാങ്ങി ഇവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. യാതൊരു പ്രശ്നവുമില്ലാതെ. അവർക്ക് തന്നെ അത് അത്ഭുതമായിരുന്നു. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നിയമത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ താനൊരു സാധാരണ പൗരൻ മാത്രമാണ് എന്ന ആ ബോധം ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കി കാണിച്ച ഒരു അനുഭവമായിരുന്നു അത്.